സദസ്സിനവന്ദനം കൂട്ടുകാരെ. എന്റെ കൊച്ചു പാട്ടിന്റെ പേരെന്താണ് അറിയണ്ടേ? നെയ്യപ്പക്കൊതി. എല്ലാവർക്കും നെയ്യപ്പ് ഇഷ്ടമല്ലേ? ആർക്കാണ് നെയ്യപ്പ് ഇഷ്ടമല്ലാത്തത്? അപ്പൂപ്പനമ്മൂമ്മയും നെയ്യപ്പത്തിന് വേണ്ടി വഴക്കെടുത്തിട്ടുണ്ടായിരുന്നു. എന്താ സംഭവിച്ചെന്ന് കേട്ട് നോക്കിയല്ലോ. കൊച്ചു പൂരക്കല്ല അപ്പൂപ്പൻ, പിച്ചേക്കാരൻ അപ്പൂപ്പൻ. പിച്ചേക്കൊന്നു ചെന്നപ്പോൾ പച്ചരി കിട്ടി ഇന്നാളി, പച്ചരി കിട്ടി ഇന്നാളി. പച്ചരി കൊണ്ട് അപ്പൂപ്പൻ കൊച്ചു പൂരക്കൽ ചെന്നപ്പോൾ അമ്മൂമ്മക്കരി കൊടുതോന്നി, അപ്പം തിന്നാൻ കൊടുതോന്നി. പച്ചരി വേഗം കുത്തിയിട്ട് ശർക്കര കൂട്ടി കുഴച്ചിട്ട് ചുടുപറക്കം മൂന്നപ്പം ചുട്ടു നിരത്തി. അയ്യാ അയ്യാ നെയ്യപ്പം, വട്ടം വട്ടം നെയ്യപ്പം, മധുരൂട് നെയ്യപ്പം, മധുര ചക്കര നെയ്യപ്പം, വായിൽ വെള്ളം നിറഞ്ഞപ്പം, ഉള്ളൊരാശി പേരത്തപ്പം, കയ്യിലെടുത്തു രണ്ടപ്പം, നമ്മുടെ കൊതിയപ്പൂപ്പൻ. ഇത് കണ്ടപ്പോൾ ആശുപത്രി പെട്ടെന്ന് ആറ് പറഞ്ഞു മൂപ്പില്ല, കയ്യിലെടുത്ത രണ്ടപ്പം. അയ്യത് മരമേ കൊതിയെത്തി, കൂമ കൊളിക്ക് തുള്ളാതെ എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അപ്പൂപ്പൻ. തീപൊക്ക കൊണ്ടത് ഞാനല്ലേ, അപ്പം ചുട്ടത് ഞാനല്ലേ, എനിക്ക് വേണം രണ്ടപ്പം. വാശി പിടിച്ചു അമ്മൂമ്മ. ശൂശടിപിടിയായി അപ്പൂപ്പനൊരു കടി കിട്ടി, അമ്മൂമ്മയ്ക്ക് തൊടി കിട്ടി. അമ്മൂമ്മയ്ക്ക് കൊടി കിട്ടി, അപ്പൂപ്പനും തൊടി കിട്ടി. അടുപ്പിച്ച് മൂത്തപ്പോൾ നമ്മുടെ വീരപ്പൂപ്പൻ നല്ലൊരു ബൊമ്പരി കണ്ടെത്തി. ഒത്തിൻ്റെയും രണ്ടാളും കുത്തിയിരിക്കാൻ മിണ്ടാതെ ആദ്യം മിണ്ടിയല്ലച്ചപ്പം, പിന്നെ മിണ്ടിയ രണ്ടപ്പം. അയ്യോ, അങ്ങനെ സമാധാനമായി, അങ്ങനെ തർക്കാരിയായി. അപ്പം കൊട്ടയിലാക്കിയിട്ട് മച്ചമുറിൽ വെച്ചിട്ട് വേഗം വന്നു രണ്ടാൾ കുത്തിയിരുന്നു മിണ്ടാതെ. അപ്പം കൊട്ടയിലാക്കിയിട്ട് മച്ചമുറിൽ വെച്ചിട്ട് വേഗം വന്നു രണ്ടാൾ കുത്തിയിരുന്നു മിണ്ടാതെ. പെട്ടെന്നടുക്കളിൽ മിയ മിയ അല്ല തടുകൂടെ ഒച്ച കേട്ടു. മിയ വിളി കേട്ടു. അയ്യ പൂച്ച തച്ചിലു വാതി മുണ്ടി അയ്യ മണ്ടി തത്തല്ല തുള്ളിച്ചാടിയ പൂപ്പൻ. ഓടിച്ചാടി ചെന്നപ്പോൾ കുട്ടന്മാരുടെ കിടപ്പുണ്ടോ, കൊട്ടൊഴിഞ്ഞു കിടപ്പുണ്ടോ, കുട്ടന്മാരുടെ കിടപ്പുണ്ടോ, കൊട്ടൊഴിഞ്ഞു കിടപ്പുണ്ടോ. ഉണ്ട കണ്ണ് വീഴ്ചിട്ട് ചുണ്ടു നക്കി തടച്ചിട്ട് ജനം ചാടി മറന്നുള്ള കണ്ടുപുച്ച കരിമ്പുച്ച. ഒഴിഞ്ഞ കൊട്ട നോക്കിയിട്ട് ഒട്ടിയ വറും തടവിയിട്ട് മെല്ലെ നടന്നു രണ്ടാളും, മെല്ലെ നടന്നു രണ്ടായും. പായ വിരച്ചിക്കിടപ്പായി. പാവം അപ്പൂപ്പനമ്മൂമ്മ. എല്ലാ കൂട്ടുകാരെ, അവർ വഴക്കിട്ടുകൊണ്ടില്ല സംഭവിച്ചത്. നമ്മൾ ഒരിക്കലും വഴക്ക് കൂടാനേ പാടില്ല. വഴക്ക് കൂടിയാൽ വഴക്കൊന്നിനും ഹരമേ ഇല്ല. നന്ദി, നമസ്കാരം.